ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സമൂസ ഷീറ്റ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കിയെടുക്കുക. ബീഫ് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ട് ഒരു ഐറ്റം കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ഫുൾ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് രണ്ട് വീഡിയോയും കണ്ടു നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ റെസിപ്പിയിലേക്ക് പോയാലോ? ആദ്യം നമ്മളൊന്ന് സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് തണുത്ത വെള്ളം ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. വെള്ളം കുറച്ചീച്ച മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഒഴിക്കുകയാണെങ്കിൽ ഫുൾ വെള്ളമായി പോയിട്ടൊക്കെ കുളമാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് അടുക്കളയിൽ കയറുന്നവർക്ക് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല. ഇനി അധികം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒന്ന് ഓയിൽ ചേർക്കുക. എന്നിട്ട് തട റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ലൂസായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് വേണ്ട ഒരു ബീഫ് വെച്ചിട്ടാണല്ലോ നമ്മൾ സമൂസ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് വേണ്ട മസാലയും കൂടി തയ്യാറാക്കിയെടുക്കുക. ഒരു 100 ഗ്രാമോളം എല്ലില്ലാത്ത പീസ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ പാകത്തിന് വെള്ളം, ഇത്രയും ചേർത്തിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് വിസിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5-6 വിസിലിന് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 5-6 വിസിൽ വരുമ്പോഴേക്കും വെള്ളമൊക്കെ നല്ല വറ്റിയിട്ട് ഇതേപോലെ ആയി കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അധികം ഒന്നും പൊരിയേണ്ട, ചെറുതായിട്ട് മാത്രം മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ആയി കിട്ടിയാൽ മതി. ഞാൻ ഇത് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് പുറത്ത് പോയി വന്നപ്പോൾ നല്ലപോലെ തഴഞ്ഞൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഒരു 2.5 ഉള്ളി അതുകൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ബീഫിൽ ഉപ്പിട്ടതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മാത്രമുള്ള പേസ്റ്റാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറേ പൊടികളൊന്നും ഇടുന്നില്ല. കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയും അതുപോലെ കുറച്ച് ബീഫ് മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് കുറച്ച് മാത്രം മതി, മറ്റേ ബീഫിൽ അത്യാവശ്യം മസാല ഉണ്ടല്ലോ, ഇതിലേക്കുള്ള മസാല മാത്രം മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഉള്ളിയും ബീഫും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുന്ന തരത്തിൽ മിക്സ് ആക്കി എടുക്കുക. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നമ്മളെ സിമ്പിളായിട്ടുള്ള മസാല റെഡി. ഇനി നമുക്ക് നമ്മളെ മാവ് അപ്പത്തേക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതെടുത്തിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യാം, കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടാവും, സാരമില്ല, കുറച്ച് പൊടിയാക്കിയാൽ മതി കേട്ടോ. കുറച്ച് മൈദപ്പൊടി കയ്യിലാക്കിയാൽ മതി, അപ്പോൾ ഒട്ടിപ്പിടിക്കൽ പോകും. ഇനി അങ്ങനെ പറ്റാത്തവർ കുറച്ച് ഓയിലാക്കിക്കോളി, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൈ നല്ലപോലെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാ നല്ലപോലെ ഒന്നുകൂടി ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തീൻ്റെ പരുവത്തിൽ എൻ്റെ കയ്യിൽ ചെറിയൊരു പാനാണ് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലുതാക്കിയിട്ട് ചുട്ടാൽ കിട്ടൂല. അത്യാവശ്യം വലുതാക്കിയാൽ, വലിയ പാനൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ വലുതാക്കിയിട്ട് എടുത്തോളിട്ടോ. അപ്പോൾ നിങ്ങളെ ബോൾസിനനുസരിച്ച്, അതായത് നിങ്ങളെ ആ ഒരു പാത്രത്തിനനുസരിച്ച് വലിയ വലിയ ബോൾസ് ആക്കി എടുക്കുക. ഇതാ ഞാൻ അത്യാവശ്യം എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ എളുപ്പത്തിന് ആദ്യം എങ്ങനെയാണ് കാണിക്കുന്നത്, അതായത് പത്തിരി പ്രസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ പത്തിരി പ്രസ്സൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ മാവൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലും മൈദയും കൂടിയാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ബോൾസും കൂടി ഇതുപോലെ പരത്തി വെക്കാം. അങ്ങനെയാണ് ഈ പത്തിരി പ്രസ് ഇല്ലാത്തവർ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ പത്തിരി പ്രസ് വെച്ചിട്ടാണ് ചെയ്തത്. എന്താ വെച്ചാൽ ഒരേ വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാൻ പത്തിരി പ്രസ് വെച്ച് ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ ഒരു ബോൾസ് എടുത്തിട്ട് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതേപോലെ നല്ലപോലെ പരത്തി കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ വലുപ്പത്തിൽ കിട്ടും. ഒരേ വലുപ്പത്തിൽ കിട്ടിയാൽ എല്ലാ ഷീറ്റും ഒരേ വലുപ്പത്തിലാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പത്തിരി പ്രസ് ഇല്ലാത്തവർ അങ്ങനെ
ഞാൻ ഈ ചെയ്യുന്ന പോലെ ലെയറായിട്ട് വെച്ചാൽ മതി. അതായത് ഒന്ന് പരത്തിയെടുക്കുക, എന്നിട്ട് കുറച്ച് ഓയിലും മൈദ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ പരത്തി വെച്ചതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇതാ ഇത്രയേ ഉള്ളൂ. 2 ലെയറായിട്ട് ചെയ്യാനാണ് ഈസിയെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഞാൻ ഇവിടെ 3 ലെയർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ 2 ലെയറിൽ ചെയ്താൽ മതി കേട്ടോ, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഞാൻ അങ്ങനെ തന്നെ 3ാമതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് പരത്തി കൊടുക്കുക. അല്ലെങ്കിൽ പത്തിരി പ്രസ്സിൽ നല്ലോണം വലുതായി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. എൻ്റെ പത്തിരി പ്രസ്സിൽ ചെറുതായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പരത്തുന്ന സാധനം വെച്ചിട്ട് കോയിൽ വെച്ചിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ചപ്പാത്തിനെയും കാട്ടിയും വലുപ്പത്തിൽ പരത്തിയെടുക്കുക. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ കയ്യിലുള്ള ആ ഒരു പാനിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ ചുട്ടെടുക്കുന്ന പാനിനനുസരിച്ച് വലുപ്പത്തിൽ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിതാ എത്ര വലുപ്പത്തിൽ ആക്കിയെടുക്കുന്നുള്ളൂ. നല്ല നേർങ്ങനെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. ഇതാണ്ടോ, എൻ്റെ ഒരു പാനിന് ഇത്രയേ വലുപ്പമുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വലുപ്പത്തിലേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഭാഗം ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഒരു ഭാഗം ചെറുതായിട്ടാവുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കണം. അത് ചെറുതായിട്ട് ആയി വരുന്നുണ്ട്, ചെറിയ തീയിലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേവരുതിട്ടോ, വെന്താൽ പണിയായിപ്പോൾ. ഒരു ഭാഗം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അതായത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഈ ചൂടാകുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചില അത്രയും നേർങ്ങനെയാണല്ലോ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞും പോകും. അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുക്കുക. ഇതേപോലെ ഒന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതെടുത്ത് മാറ്റാം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നടുക്കായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അധികം ഓയിൽ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താൽ കുഴപ്പമില്ല എന്നതാ പറഞ്ഞത്. നമ്മളെന്തായാലും ഓയിൽ ചേർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ഓയിലും അതുപോലെ കുറച്ച് മൈദയും കൂടി ഇട്ട് അതിനകത്ത് ലെയർ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ മൈദ ഇടുന്നത്. എന്നിട്ട് ഒന്നും കൂടി അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ലെയറായിട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങളെയും കൊണ്ട് 5-6 ലെയറൊക്കെ പറ്റുമെങ്കിൽ, ഇതൊക്കെ ഒന്നിച്ച് പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് പരത്തിടുക. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് പോലെ പറയുന്നതിനെക്കാട്ടും എളുപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ ചെയ്തെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ പാനിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാം ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഇതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ നല്ല കട്ടിയിലാണുള്ളത്. അതുകൊണ്ട് പാന് വലിപ്പമില്ലാത്തതുകൊണ്ട് അത്ര കട്ടിയിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഷേപ്പിലേക്കാക്കിയിട്ട് റൗണ്ടാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊന്നും കളയണ്ട. ഇതുകൊണ്ട് വേറൊരു സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് എടുത്തു വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് ഒരു അടുപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചോളെ. ഇനി അതിൻ്റെ ആ ഒരു ലെയർ പോരുന്നുണ്ടോ, നമ്മൾ ചുട്ടെടുത്തത് പെട്ടെന്ന് തന്നെ ഞാൻ 2 ലെയറായിട്ട് കാണിച്ചതാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വരും. നല്ല ഒന്നും ആവില്ല കേട്ടത്. കുറേ കാലം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ചെയ്യുക. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ കത്തി കൊണ്ടാകുമ്പോൾ കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാൻ കത്രിക വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സമൂസ ഷീറ്റിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ടൗണിൽ നിന്ന് വാങ്ങുന്നില്ല സമൂസ ഷീറ്റ്, ആ ഒരു രീതിയിൽ കുറച്ച് വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. കണ്ടോ. ഇനി ഇത് മടക്കിയെടുക്കാനും ഈസിയാണ്. നമ്മൾ സാധാരണ സമൂസ ഷീറ്റ് എങ്ങനെയാണ് മടക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ മടക്കിയെടുക്കുക. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു സമൂസ കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ കിട്ടും. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ 3 വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കുള്ളത് കണ്ടോ, നല്ല നേർങ്ങനായിട്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് റോളൊക്കെ ചെയ്യാൻ ഇങ്ങനെയാട്ടോ വേണ്ടത്. അതുപോലെ സമൂസ മാത്രമല്ല, ഇതുകൊണ്ട് ചിക്കൻ റോളൊക്കെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ കിട്ടും. ഇനി മസാല നിറക്കാൻ നമ്മൾ സാധാരണ സമൂസ ഷീറ്റിൽ എങ്ങനെയാണോ മസാല നിറക്കുന്നത് അങ്ങനെ തന്നെ നമുക്ക് ഇതിലും നിറച്ചെടുക്കാം. ഞാൻ ഈ പറയുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ലാസ്റ്റ് നമ്മൾ ഇതിൽ മൈദപ്പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിച്ചു ഒട്ടാണ്ട് ഫുള്ള് ഫില്ലിങ്സൊക്കെ പുറത്തു പോകും. നമ്മൾ സാധാരണ സമൂസ ഷീറ്റിലും അങ്ങനെ തന്നെയല്ല ചെയ്യുന്നത്, മൈദപ്പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അടുത്തത് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു മൂല പിടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ മസാല പോവും. എന്നിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. ഈ മസാലയും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മസാലയാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് സമൂസ ഷീറ്റ് വാങ്ങുന്നതിന് നല്ലത് കുറച്ച് മൈദ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. പക്ഷെ കുറച്ച് ടൈം വേണമെന്നുള്ളൂ. നല്ല എന്താ പറയുക, നല്ല സമൂസ ഷീറ്റിൽ നമുക്ക് സമൂസ കഴിക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യാം. നല്ല എന്താ പറയുക, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതാകുമ്പോൾ ഒന്നുകൂടി ചെറുതായി പോകും കേട്ടോ. ചെറിയ സമൂസയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മളിതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ ഇതൊന്ന് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. എണ്ണ തണുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. ഒരു ഭാഗം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ സമൂസ പൊരിക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണൻ്റെ കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ചൂട് കുറഞ്ഞാൽ എണ്ണ കുടിച്ചു. അത്യാവശ്യം ചൂടിലുണ്ടെങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ സമൂസ കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ഷീറ്റാകുമ്പോൾ അതിനനുസരിച്ച് മടക്കി കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ 2 ലെയറൊക്കെ വെച്ചത് അത്യാവശ്യം ചെറുതേനും, അപ്പോൾ അതിനനുസരിച്ച് മടക്കി കൊടുക്കാം. അതാണ് കറക്റ്റ് ഷേപ്പ് വരാത്ത സമൂസയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടി കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്ത സമൂസ ഷീറ്റിലുള്ള സമൂസ റെഡി. അപ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ കാണിച്ചു തരണമെങ്കിൽ നമ്മളല്ല മോൻ കരയുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. അടുത്തത് നമുക്ക് ചിക്കൻ വെച്ചിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഞാനിതാ ചിക്കൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എല്ലില്ലാത്ത പീസ് ചിക്കൻ, ഇതും ഒരു 100 ഗ്രാമോളം ചിക്കനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ പരുവൊക്കെ. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കാം. പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി, കുറച്ച് മഞ്ഞളിൻ്റെ പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ഒരു മാഗി ക്യൂബ്, ഒരു 2 പൊട്ടാറ്റോ ഇതുപോലെ പുഴുങ്ങിയെടുത്തത്, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി അരച്ചെടുക്കാം. ഇതിലെ മിക്സിൻ്റെ ജാറിൽ കൊള്ളുന്നതിലും അധികമായിപ്പോയി, അതുകൊണ്ട് കറക്റ്റ് ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടിയില്ല. എന്നാലും ഒന്നുകൂടി ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഴച്ചെടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, വീഡിയോ ഓഫ് ചെയ്യുന്നു. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കോൺഫ്ലവറും, ലൂസാണെങ്കിൽ മാത്രം കുറച്ച് കോൺഫ്ലവറും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി അങ്ങോട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് ബോൾസാക്കി എടുക്കാം. ബോൾസാക്കി എടുക്കുന്നത് കുറച്ച് എണ്ണ പ്രസ് ചെയ്തിട്ടാണെങ്കിൽ അധികം ഒട്ടി പിടിക്കില്ല. പിന്നെ ഇങ്ങനെ ചെയ്തിട്ടൊരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മൈദയും ഉപ്പും കുരുമുളകും കൂടി ഒന്ന് കലക്കിയെടുക്കുക. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഈ ഒരു ബോൾസ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ലൂസായി പോകണ്ട, നല്ല തിക്കായി പോകണ്ട, ഒരു മീഡിയം രീതിയിൽ നമ്മളിതൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആവശ്യമുണ്ട്. അതും കൂടി എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാത്. ഇത് ഷേപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി ബോൾസ് വേണ്ടവർക്ക് അങ്ങനെ, അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ ഷേപ്പൊക്കെ ആക്കുന്നെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഷേപ്പാക്കി എടുക്കുക. ഇനി സിമ്പിൾ പരിപാടിയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ ആ മൈദൻ്റെ മിക്സിൽ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്യുക. ഈസി സ്നാക്കാണ്, അതുപോലെ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ചിക്കൻ നഗറ്റ്സ് ഒക്കെ കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ ഓണിയൻ പൗഡറും അതുപോലെ ഗാർലിക് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസ് ഒഴിക്കാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടാൽ കൂടുതൽ അരഞ്ഞു പോകുമ്പോൾ അതിൽ ഫുൾ വെള്ളമായി പോകും. അതുകൊണ്ടാണ് ഉള്ളിയൊന്നും ചേർക്കാത്തത്. അപ്പോൾ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു മൈദൻ്റെ മിക്സിലും ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത് ചിക്കൻ ലോലിപോപ്പിൻ്റെ ഒക്കെ ഷേപ്പിലേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനെ കൊള്ളിയിൽ ഇതൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈർക്കിളിയിൽ നമ്മൾ എന്ത് ചെയ്യുക,
ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇതും അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. പിന്നെ അത്യാവശ്യം ആദ്യം നല്ലപോലെ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ, പെട്ടെന്ന് ഇത് പുറം ഭാഗം കരിഞ്ഞോ, ഉള്ളു വേവില്ല. നമ്മൾ അരച്ചിട്ടല്ല ചേർത്തത്, അതുകൊണ്ട് തന്നെ ഉള്ളു വേവില്ല. കുറേ സമയം എടുക്കണ്ട, ചിക്കൻ ആയതുകൊണ്ട് തന്നെ അരച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ടും. അപ്പോൾ ഇതാ രണ്ട് ഭാഗവും നല്ലപോലെ ആയി എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് കോരി മാറ്റാം. പിന്നെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കോല് കുത്തണമെന്നില്ല. ഇനി കോലൊക്കെ തിരഞ്ഞു പോകാൻ പറ്റാത്തവർക്ക് ഇതിങ്ങനെ ഷേപ്പാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. രണ്ട് ഭാഗവും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോരി മാറ്റാം. ഈസി സ്നാക്കാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ സ്നാക്സിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ രണ്ട് റെസിപ്പിയും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ രണ്ട് സ്നാക്സും നല്ല അടിപൊളി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന വിശീൽ എൻ്റർടൈൻമെൻറ്റ്.